നമ്മളിത് ചെങ്കൽ ശിവക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പം നല്ല വെയിലാണ് ഇവിടെ, നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മൾ നെയ്യാറ്റിൻകരയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് കോവിലിൻ്റെ അതിനുശേഷം നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ വെളിയിലാണ്. അപ്പോൾ ഇന്ന് എന്താണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഇതിന് ചുറ്റും കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ ഇവിടെയാണ് പോയത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടുള്ള വഴി. വർഷങ്ങളായി നോക്കി വരുന്ന ഒരു ഗോശാലയും ഇവിടെയുണ്ട്. ഇതാണ് ഇവിടത്തെ മനോഹരമായ ഗോശാല. നമ്മളിപ്പോൾ നെയ്യാറ്റിൻകര കോവിലിൽ നിന്ന് തിരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്കാണ്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല പച്ചപ്പാണ്. കാരണം നമ്മൾ ഏതോ ഫോറസ്റ്റിൽ പോകുന്ന പോലത്തെ ഫീലാണ്. രണ്ട് സൈഡിലും നിറയെ മലകളും കുന്നുകളും ചെടികളും. നല്ല രസമായിരുന്നു. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. ഞാനും അമ്മയും ഒരു വണ്ടിയിൽ, അച്ഛനും അനുജനും ഒരു വണ്ടിയിൽ. അവരാണ് ഇതോ പോകുന്നത്. നമ്മൾ ഒത്തിരി വലഞ്ഞു. വഴി ഞങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെടുത്ത് ചോദിച്ച് നമ്മൾ സിനിമയിൽ പറയുന്നത് ചോദിച്ച് പോകുന്ന പറഞ്ഞതുപോലെ ആയിരുന്നു നമ്മുടെ കഥ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ദൂരം ഒരുപാട് എടുത്ത് ചോദിച്ചു. ലാസ്റ്റ് കുറച്ച് ചേട്ടന്മാർ വഴിയിലുണ്ടായിരുന്നു. ആ ചേട്ടന്മാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ കൃത്യമായുള്ള വഴി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. വാഴക്കൃഷിയൊക്കെ സൂപ്പർ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ ഇപ്പം കുറച്ച് റോഡ് മാത്രമേ ഉള്ളൂ, ഈ റോഡ് സൈഡിലുള്ള കടകൾ. പക്ഷെ ബാക്കി എല്ലാം പച്ചപ്പ് തന്നെയായിരുന്നു. നമ്മൾ ഏതോ വയലേരിയയിലൊക്കെ കയറിയൊക്കെയാണ് പോയത്. നമുക്ക് നോക്കാം ഇനി ഏതാണ്ട് എത്താറായി. ഇപ്പം നമ്മൾ എത്താറായപ്പോൾ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതാ നിൽക്കുന്ന അപ്പൂപ്പൻ. അതെ, അപ്പൂനാണ് ഞങ്ങൾക്ക് വഴി പറഞ്ഞത്. അത് ക്ലിയർ ആയിട്ടുള്ള എത്രയോ പേരെടുത്ത് ചോദിച്ചിട്ട് ഒരാളാണ് കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞ് നമുക്ക് മനസ്സിലായത്. പക്ഷേ ലാസ്റ്റ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ വച്ച് പിടിച്ചു. അപ്പോൾ നമ്മൾ ഏതാണ്ട് അമ്പലത്തിൽ എത്താറായിട്ടുണ്ട്. ഒരു ഇച്ചിരി 2 വളവ് കഴിഞ്ഞാൽ അമ്പലം എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ വേറെയും കുറേ അമ്പലങ്ങളൊക്കെ കണ്ടാണ് പോയത്. തീർന്നില്ല. അവരെടുത്തും നമ്മൾ ചോദിച്ചു വഴി എവിടെയാണെന്ന്. അപ്പോൾ അവരും പറഞ്ഞു തന്നു. അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലെത്തി. ഇതിൻ്റെ ഈ കോവിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനായി നല്ല പാടുണ്ടായിരുന്നു. കുറേ പേർക്ക് ചോദിച്ചും അങ്ങനെയൊക്കെയാണ് ഈ കോവിലേക്കുള്ള വഴി കണ്ടുപിടിച്ചത്. ഇത് എൻ്റെ അനിയനാണ്. അവനാണെങ്കിൽ അവന് പാറ കണ്ടപ്പോൾ ഈ വെയിലത്ത് അവന് ആ പാറയിൽ കിടന്നേ പറ്റുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കണം. ഇതെൻ്റെ അച്ഛനാണ്. പിന്നെ ഇത് അമ്പലം, ഇതാണ് ചെങ്കൽ ശിവക്ഷേത്രം. അപ്പോൾ നമ്മുടെ ശിവൻ്റെ അടുത്തിരിക്കുന്ന ഹനുമാൻ ഉണ്ടല്ലോ, അവിടെ പണി നടക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ വന്ന് സർബത്ത് കുടിക്കാനായിട്ട് അവിടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ചു. പാൽ സർബത്ത്, പിന്നെ നമ്മുടെ തണ്ണിമത്തൻ സർബത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ കടയിൽ അവരെന്തൊക്കെയോ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. നമ്മൾ കുറേ ഉത്തരങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മുടെ അമ്പലം മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഇതെൻ്റെ അമ്മ. അപ്പോൾ അമ്മ നടന്നു വരുന്നു. അമ്മയും വെറുതെ വീട്ടില്ല, ഞാൻ അമ്മയെ ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഹനുമാൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത് പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് ഞങ്ങൾ പോയത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറിയായിരുന്നു. ഒരാൾക്ക് എൻട്രി ഫീസ് 100 രൂപയാണ്. പിന്നെ അവിടെ ഫോൺ അലോഡല്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും മേളിൽ ടോപ്പിൽ ശിവനും പാർവതിയായിട്ട് കൈലാസത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് അവർ അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ സൂപ്പറായിരുന്നു, AC ഒക്കെ വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ ഭയങ്കര ഷോയാണ്. ഈ കട്ടപ്പുറത്ത് ഈ വെയിലത്ത് വല്ല കാര്യമുണ്ട് ഇതിന്. പിന്നെ ഞാൻ വെറുതെ വീട്ടില്ല, ഞാനും അവനെ കുറേ ഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ ഞാനും അമ്മയും അച്ഛനും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ നെയ്യാറ്റിൻകര അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. ഇനിയിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഏതാണ്ട് ഉച്ചയോളം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ പ്ലാനിങ് എന്ന് അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും വണ്ടിയിലാണ്, അച്ഛനും അനിയനും അങ്ങോട്ട് പോയി. അപ്പോൾ എന്താണെന്നുള്ള കാര്യം വഴിയിൽ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ അച്ഛൻ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് അരുവിപ്പുറമാണ്, നെയ്യാറ്റിൻകര അരുവിപ്പുറം. പിന്നെ ഞങ്ങൾ നേരെ അരുവിപ്പുറത്തോട്ട് പോയി. അവിടെ എത്തി. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും അനുജനും കൂടെ വെള്ളത്തിൽ കിടന്നു മറിഞ്ഞു ഉരുണ്ടു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഷോട്ട്സൊക്കെ എടുത്തു. ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ ഇനി കുറച്ച് സ്ലോ മോഷൻ വീഡിയോ ആയാലോ? ഇതാ കണ്ടോ. അമ്മയുടെ സ്ലോ മോഷനും കൂടെ ഉണ്ട് കേട്ടോ, ഇതൊന്ന് കണ്ടു നോക്കിയേ. എവിടെ പോയാലും ഷോർട്സ് മസ്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഷോർട്സ് കണ്ടാലോ? ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.